12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഈക്വറ്റോറിയൽ ഗിനിയ, എറിട്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് യാത്രാവിലക്ക്. അമേരിക്കയെ അപകടകാരികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് യാത്രാവിലക്കെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, വീണ്ടും ട്രംപിന്റെ ഒരു ഇടപെടൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിലക്ക്, എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. രണ്ടാം ടേമിലും ഡൊണാൾഡ് ട്രംപ് ചില രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ 12 രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്രാവിലക്കാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ യാത്രാവിലക്ക് ഉള്ള പട്ടികയിൽ പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, അതുപോലെ ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് യാത്രാവിലക്ക്. ഇതുകൂടാതെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂബ, സിയറ ലിയോൺ, അതുപോലെ വെനിൻസുല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ഭാഗിക യാത്രാവിലക്ക് ഉള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയാകുന്നുവെന്ന് കാണിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, കോളറോഡോയിൽ ബൗൾഡറിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം, അത് ശരിയായ പരിശോധനയ്ക്കൊന്നും വിധേയരാകാത്ത വിദേശ പൗരന്മാരുടെയും അതുപോലെ അമേരിക്കയിൽ താൽക്കാലിക സന്ദർശകരായിട്ട് ഇവിടെ വന്നിട്ട് ഈ വിസ കഴിഞ്ഞാലും ഇവിടെ തങ്ങുന്ന നിരവധി പേരുണ്ട്. അവരുടെ പ്രവേശനം അമേരിക്ക നേരിടുന്ന ഭീഷണിക്ക് അടിവരെ ഇടുന്നതാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നാണ് ഓവൽ ഓഫീസിൽ ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ഓർക്കണം, ആദ്യ ടീമിൽ, അതായത് 2017 ട്രംപ് അധികാരത്തിലെത്തിയപ്പോഴും ഇതുപോലുള്ള യാത്രാവിലക്ക് ചില രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേർന്നത്. 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്കും പൂർണ്ണമായ യാത്രാവിലക്കും 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗികമായ യാത്രാവിലക്കുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.